Nucleus Properties Close Encounter, brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life. നമസ്കാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഇന്ന് ക്ലോസ് എൻകൗണ്ടർ. സ്വാഗതം. യോഗത്തിൻ്റെ അനുഗ്രഹാശംസകളോടെ BDJS രൂപീകരിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. BDJS എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുക? ഭരണം. 37 സീറ്റുകളിലാണ് BDJS മത്സരിക്കുന്നത്. ഒപ്പം BJPയുമായി NDA ഇക്കുറി ഭരണത്തിൽ വരണം എങ്കിൽ വലിയ രാഷ്ട്രീയ മാറ്റം നടക്കണം. കാരണം ഇതുവരെ NDAക്ക് സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും നിയമസഭയിലേക്ക് കിട്ടിയിട്ടില്ല. ഭരണത്തിലെത്തും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള കാരണം എന്താണ്? കാരണം ഇരു മുന്നണികളും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രതീക്ഷ അങ്ങേയറ്റം നഷ്ടപ്പെട്ട രണ്ട് മുന്നണികളാണ്. അവരൊരു 5 കൊല്ലം LDF, 5 കൊല്ലം UDF, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണം വർഷങ്ങളായി നടക്കുന്നിവിടെ. ഇതിൽ നിന്ന് ഒരു മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന വളരെയധികം ആളുകൾ ഈ കേരളത്തിലുണ്ട്. സാധാരണഗതിയിൽ 5 വർഷം ഒരു മുന്നണി, അടുത്ത 5 വർഷം മറ്റേ മുന്നണി എന്നുള്ളതാണ് കുറേ കാലമായിട്ടുള്ള ശീലം. ഈ കുറി ഒരു പ്രവചനം അസാധ്യമാക്കുന്നത് പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനം. BDJSും BJPയും ഒരുമിക്കുന്നു, ഒരു 15%-ലധികം വോട്ടുകൾ സമാഹരിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് താങ്കൾ ആലോചിക്കുമ്പോൾ BDJSൻ്റെയും BJPയുടെയും ഒരുമിച്ചുള്ള ഈ മുന്നണി ഇടത് മുന്നണിക്കാണോ UDFനാണോ കൂടുതൽ ദോഷം ചെയ്യുക? അത് പ്രവചനാതീതമാണ്. ആർക്കും ഇപ്പോൾ ഇനി എന്നെ കൊണ്ടുള്ളവർക്ക് ഒറ്റയടിക്ക് പറയാനൊക്കെ തന്നെ. കാരണം ഇത് ആരുടെ എല്ലാം പള്ള കയറി അവൻ്റെ എല്ലാം കുടലും പണ്ടമൊക്കെ പുറത്തിടുമെന്ന് അറിയാനൊക്കാത്ത വിധത്തിൽ ഒരുപാട് അടിയൊഴുക്കുകൾ നടക്കുകയാണ്. അതെ, ഈ കേരളത്തിൽ ഏറ്റവും വലിയ സമുദായമാണ് ഈഴവ സമുദായം. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനാണ് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് സിംഹഭാഗവും കിട്ടുന്നത്. ഇപ്പോൾ ഒരു പുതിയ സംവിധാനം വന്നിരിക്കുന്നു. BDJSൻ്റെ ആദ്യത്തെ ലക്ഷ്യം ഇടത് മുന്നണിക്ക് ഇനി കേരളത്തിൽ ഭരിക്കാൻ ഒരു അവസരം കിട്ടരുത് എന്നുള്ളതാണോ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇടതുപക്ഷത്തോട് ഞങ്ങൾക്ക് വിരോധമില്ലെങ്കിലും അവർ ഇപ്പോൾ ഈഴവനെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഈഴവരെന്ത് നീതി പുലർത്തിയവർ? ഈ സീറ്റ് വിഭജനം തന്നെ നോക്കുമ്പോൾ നിങ്ങൾ നോക്ക്, ഈഴവർക്ക് എത്ര സീറ്റ് കൊടുത്തു? അവരുടെ വളർച്ചയിലും ഉയർച്ചയിലും നിന്നത് മുഴുവൻ ഈഴവരാണെന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ 123 സീറ്റാണ് ഇവിടെ കേരളത്തിലുള്ളത്. ബാക്കി പട്ടികവർഗത്തിന് റിസർവേഷനാണ്. ആ 123 സീറ്റിൽ ഈഴവൻ അവർ കൊടുത്തിരിക്കുന്നത് എത്രയുണ്ട്? നാമമാത്രമാണ്. 20 ഈഴവർക്ക് അവർ കൊടുത്തിരിക്കുന്നത് 31 സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് അവർ കൊടുത്തിരിക്കുന്നത് 57 സീറ്റാണ്. അപ്പോൾ ആരെ സ്നേഹിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ പൊക്കി പറയും, ഞങ്ങളുടെ അടിസ്ഥാന വർഗം, ഞങ്ങളുടെ വർഗം ഇവിടുത്തെ ഈഴവരാതി പിന്നോക്ക സമുദായമാണെന്ന്. പക്ഷേ ഈ വോട്ട് അവരുടേതാണെന്ന് പറയും. പക്ഷെ കാര്യത്തോട് വരുമ്പോൾ ഞങ്ങളോട് എന്താ പരിഗണിക്കാത്തത്? BDJS ഉൾപ്പെട്ട സംവിധാനം ലക്ഷ്യം വെക്കുന്നത് ഇടത് മുന്നണിയുടെ തോൽവിയാണോ UDFൻ്റെ തോൽവിയേക്കാൾ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഇടതുപക്ഷം തളരുമ്പോൾ, നിലവിലുള്ള CPI സംവിധാനം തളരുമ്പോഴാണ് BJP BDJS കമ്പൈന് കൂടുതൽ സാധ്യത എന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് തളരുന്നു ആര് വളരുന്നു എന്നുള്ളതല്ല, ഇതിൻ്റെ വളർച്ചയോടുകൂടി ഇരു മുന്നണിക്കും തളർച്ച ഉണ്ടാകും. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. നായാടി തൊട്ട് നമ്പൂരി വരെ ഞങ്ങൾ നിശ്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുണ്ട്. അക്കിരനൊക്കെ വന്നാൽ അവിടെ എന്താണ് ആരുടെ മുന്നേറ്റമാണ്? ഇവിടുത്തെ സവർണരെ പറ്റി വളരെ തള്ളിപ്പറയുന്ന ആ സവർണരിലെ ഞങ്ങൾ സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുണ്ട്. 2 ബ്രാഹ്മണർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലയിട്ടെന്ന് ഞാൻ പറയുന്നത്, ഞാൻ പാലയിട്ട് UDFന് കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ പാലയിട്ട് യഥാർത്ഥത്തിൽ പാലയിട്ട് ആരാണ്? നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഇന്ന് മീഡിയ കയ്യിലുണ്ട്, പ്രചരിപ്പിക്കാൻ ആളുകളുണ്ട്. വലിയ നേതാക്കന്മാർ പറഞ്ഞാൽ അവരുടെ എല്ലാം പറച്ചാലും മീഡിയയിൽ വരും. എന്നെ കുട്ടികളും പറഞ്ഞാൽ ആര് പറഞ്ഞാൽ എവിടെ വരാനാണ്? പാലമിട്ടു എന്ന് പറയുന്ന ആരോപണത്തിൽ 2 മുന്നണികളും ഉന്നയിച്ചിട്ടുണ്ട്. BJPയുടെ വോട്ട് വാങ്ങുന്നു എന്നാണ് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിട്ടുള്ള ആരോപണം. അതിൻ്റെ മധ്യവർത്തിയായി, അതിൻ്റെ ഇടനിലക്കാരനായി നിൽക്കുന്നത് BDJS ആണ് എന്താണെന്ന് പറയുന്നു. അവർ പറയുന്നു ഒരു കാര്യമുണ്ട്, അത്തരം വരെ ഇപ്പോൾ അംഗീകരിച്ചല്ല. BDJS എന്ന് പറഞ്ഞാൽ ചുക്കും ചുണ്ണാമ്പും കൊള്ളുകയില്ലാത്തവരാണ്. ഇത് ജാഥ നടത്തി അവിടെ ശംഖുമുഖത്ത് ചെല്ലുമ്പോൾ അവർ മുങ്ങിച്ചാകുമെന്ന് പറഞ്ഞവരല്ലേ ഇവർ. ആ പൊങ്ങിച്ചാകുന്നവരിപ്പോൾ BDJS ഒരു പാലമായി എന്ന് പറയുമ്പോൾ അതൊരു പാമ്പം പാലം പോലെ ശക്തമായ ഒരു പാലമായി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അതൊരു വലിയൊരു മഹാകാര്യമല്ലേ? കണിച്ചുകുളങ്ങര ദേവസ്വം ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക നേതൃത്വത്തിൻ്റെ താല്പര്യം അവഗണിച്ച് മത്സരിക്കേണ്ട എന്ന തീരുമാനമാണ് CPIM അതിൻ്റെ അണികൾക്ക് നൽകിയത്. അത്
അത് താങ്കളുമായി ഒരു ലേസൺ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമാണ് എന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. പണ്ട് തൊട്ടേ അത് പറയുമ്പോൾ നിഷ്പക്ഷവും ന്യായമായിട്ടും പറഞ്ഞു. കോൺഗ്രസ്സിന് പിന്നെ എന്താണ് പറയാൻ പാടില്ലാത്തത്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരിനകത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഞങ്ങളുടെ പാനലുണ്ടായിരുന്നല്ലോ. അയാളെ കൊണ്ട് സുധീറിനെ കൊണ്ട് ഒന്നും മാറ്റിക്കാൻ പാടില്ലായിരുന്നു. അതെന്താ ചെയ്യാൻ? അത് പണ്ട് തൊട്ടേ കണിച്ചുള്ള ക്ഷേത്രത്തിൻ്റെ ഭരണം വരുമ്പോൾ അതിന് രാഷ്ട്രീയം നോക്കാറില്ല. ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് പ്രത്യേകിച്ച് ഒരു പാൽ വെക്കുകയോ അവരതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു പ്രേരണ ചെലുത്തി കൊണ്ടുള്ള പ്രവർത്തനം നടന്ന ഒരു 51 കൊല്ലമായിട്ടുണ്ടായിട്ടില്ല. ഇത്തവണ ഉണ്ടായില്ല. അതിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണം, കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യമാണ് പറയുന്നത്. കുട്ടനാട്ടിൽ സുഭാഷ് വാസുവിനെ ജയിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സഹായിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ അതേമാതിരിയുള്ള സഹായം BDJS-ൻ്റെ അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ആക്ഷേപിക്കുന്നത്. ഈ ഇഷ്ടമില്ലാത്ത അച്ച് കൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ഇങ്ങനെ ആരോപണത്തിന് വേണ്ടി ആരോപണം ഒരുപാട് പറയാം. പക്ഷേ അതല്ലാതെ ഇവർക്ക് എന്താ പറയാനൊക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുട്ടനാട് ഞങ്ങൾ ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ അംഗീകരിച്ചു. അങ്ങനെ പലയിടത്തും ഞങ്ങൾ ജയിക്കും. അതിന് ഇപ്പോഴേ ന്യായം കണ്ടുപിടിക്കാൻ കുട്ടനാട്ടിൽ നിൽക്കുന്നത് അദ്ദേഹം എന്നാണ് അവിടെ വരുന്നത്? ഒരു ദേശാടന പക്ഷിയാണ്. വല്ലപ്പോഴൊക്കെ വരും. അവിടെ വിതച്ചിരിക്കുന്ന വിത്ത് എന്ന് പറയുന്ന MLA സ്ഥാനം കൊത്തിയെടുത്ത് പറന്നു പോകും. പിന്നെ ആ നാട്ടുകാരും ഈ പറയുന്ന നമ്മുടെ ചാണ്ടിച്ചനെ കാണാറില്ല. ഇപ്പോൾ തന്നെ ജനത്തിന് പോലും അദ്ദേഹത്തെ കാണാറില്ല. അദ്ദേഹത്തെ കാണുന്നത് ഇപ്പോൾ വലിയ ഫ്ലക്സുണ്ട്. ആ ഫ്ലക്സിലേ അദ്ദേഹം കാണുന്നുള്ളൂ. ജനഹൃദയത്തിലോ ജനങ്ങളിലോ കാണുന്നില്ല. പിന്നെ പണമുണ്ട്. ഈ പണമാണല്ലോ ഇപ്പോൾ ഇവിടെ നയിക്കുന്നത്. അതല്ലാതെ മണി പവറും മസിൽ പവറും മാൻ പവറും ഒക്കെ അല്ല ഇപ്പോൾ വേണ്ടത്. BDJS-ന് എത്ര സീറ്റ് കിട്ടും? ഞങ്ങളാ നിർത്തിയിരിക്കണം മുഴുവൻ കിട്ടണമെന്നാണ് ഞങ്ങളുടെ വിചാരം. ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിൽ BDJS പിരിച്ചുവിടാൻ ആവശ്യപ്പെടുമോ? ഒരു സീറ്റ് കിട്ടിയില്ല. നിങ്ങൾ അത്ര ഈ രാജ്യത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത്ര ശതമാനം വോട്ട് കിട്ടിയാൽ ആ പാർട്ടി അംഗീകരിക്കുന്നുള്ള നിയമം ഇവിടെ ഉണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്തെ വോട്ട് ഞങ്ങൾ മേടിക്കും. കിട്ടിയില്ലെങ്കിലാ അതപ്പം കാണാം. കിട്ടിയില്ലെങ്കിൽ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. കേരളത്തിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? BDJS ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം, അതായത് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും BDJS എന്ന പാർട്ടി തുടരും. BDJS-ന് SNDP യോഗവും മറ്റ് സാമുദായിക സംഘടനകളും നൽകുന്ന പിന്തുണയും തുടരും. BDJS ജയിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രതികൂലമാണെങ്കിൽ BDJS അതോടുകൂടി അവസാനിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ലോകാവസാനം എന്നുണ്ടോ അന്ന് ഇത് അവസാനിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം കാണുമായിരിക്കും. വെച്ച കാൽ പിന്നോട്ടില്ല. ഒരിക്കലും വെച്ച കാൽ പുറകോട്ട് പോവുകയില്ല എന്ന് പറഞ്ഞാൽ അടിവെച്ച് മുമ്പോട്ട്. നിങ്ങൾ ആലോചിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര കൊല്ലം നടന്നിട്ടാണ് കേരളം ഭരിക്കാനത്തത്? വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്നത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ്റെ തോൽവി മലമ്പുഴയിൽ ലക്ഷ്യം വെക്കുന്നുണ്ടോ? കാരണം ഞാൻ ഒരു കാര്യം പറയാം. VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അദ്ദേഹം മലമ്പുഴ നിൽക്കുകയാണ്. ഇവിടുന്ന് പോയതെന്താണ്? ഈ നാട്ടുകാർക്ക് വേണ്ടാഞ്ഞിട്ടാണല്ല മലമ്പുഴയ്ക്ക് പോയത്. അവിടെ ഒരു ദേശാടന പക്ഷിയെ കൂട്ട് ഇങ്ങനെ പറന്ന് ചെല്ലും. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വിത്ത് കുത്തി എടുത്ത് പറന്നിങ്ങോട്ട് പോരും. പിന്നെ അവിടെ തിരിഞ്ഞു നോക്കാറില്ല. അപ്പോൾ 10-15 കൊല്ലമായി ആ ജനങ്ങളെ വഞ്ചിച്ചും കവളിപ്പിച്ചും മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാധ്യമ ഊതി ഊർപ്പിച്ച് നിർത്തിക്കുന്ന മാധ്യമങ്ങൾ നിർത്തിക്കുന്ന ഒരു ബലൂൺ എന്നാൽ കഴിഞ്ഞാൽ അദ്ദേഹം ആരുമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിത്തുനിന്ന് നിൽക്കാനേ പാടില്ലായിരുന്നു. അദ്ദേഹം മാറി നിൽക്കണം. കാരണം അദ്ദേഹത്തിന് ഓർമ്മശക്തിയുണ്ട്. നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തന്നെ കാണിക്കില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിന്നുറങ്ങും. എന്താണ്? ശരീരത്തിൽ പല കാര്യങ്ങളിലും കുറവുണ്ട് ബ്ലഡിനകത്ത്. പിന്നെ അതിനെല്ലാം ഉപരി അങ്ങർക്ക് അൽസിമേഴ്സ് എന്നൊരു രോഗമുള്ളത് നിങ്ങൾക്കറിയാമോ? ആ അൽസിമേഴ്സ് ഉള്ള രോഗം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവ്. ആ ഓർമ്മക്കുറവുള്ള ആൾ ഇങ്ങനെ നിൽക്കാവോ? ആ രോഗത്തിൻ്റെ ലക്ഷണം തന്നെ എന്താണ്? പഴയ കാര്യങ്ങൾ നല്ല ഓർമ്മയും വർത്തമാന കാര്യങ്ങളും ഓർമ്മക്കുറവ് വരും. ഈ അൽസിമേഴ്സ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നരസിംഹ റാവുവാണ് ഇവിടെ ഇന്ത്യ ഭരിക്കണമെന്ന് പറഞ്ഞില്ലേ? AK ആൻ്റണിയാണ് കേരളം ഭരിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് ഈ രോഗലക്ഷണമാണ്. ഈ രോഗമുള്ളവൻ്റെ രോഗത്തിൻ്റെ കാര്യം ആയാളിന് അറിയാനൊക്കത്തില്ല. അത് മറ്റുള്ളവർ മനസ്സിലാക്കി രോഗചികിത്സ നടത്തി അദ്ദേഹത്തിനെ എല്ലാം വീട്ടിയിരുത്തണം. അതാണ് ചെയ്യേണ്ടത്. പറഞ്ഞു തരട്ടെ ഞങ്ങൾ. അതുമാത്രമല്ല, നമ്മുടെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി സഖാവ് പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ കേസ് നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ദുർവ്യവഹാരിയാണെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. മാത്രമല്ല അദ്ദേഹം എന്താ ചെയ്ത് പിണറായിയെ തന്നെ ലാവലും കേസ് കൊടുക്കാൻ സകല കേസും കൊടുക്കാൻ ശ്രമിച്ചത് ആരാണ്? പിണറായി തന്നെ. ഈ തെരഞ്ഞെടുപ്പിൽ VS-നെ വീട്ടിലിരുത്തുമോ? കാരണം വീട്ടിൽ ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
അല്ല, അതിനുവേണ്ടി എന്ത് ചെയ്യും? ഞങ്ങൾ അങ്ങനെ നേരിട്ടൊന്നും ചെയ്യല. നേരിട്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെയും പോയിട്ടില്ല. അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ ശാപങ്ങളും കിട്ടും കേട്ടോ. 8,000 കോടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആക്ഷേപിച്ചല്ലോ, കേസ് കൂടെ കൊടുത്തല്ലോ. അദ്ദേഹത്തിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ 8,000 കോടി പോയിട്ട് 80 രൂപ ഞാൻ ഇതിനകത്ത് നിന്ന് നേരിട്ട് എടുത്ത് അനുഭവിച്ചു എന്ന് തെളിയിക്കാച്ചാൽ ഞാൻ ഈ പണി അവസാനം അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിനെങ്കിലും പോകാമോ? അദ്ദേഹം മത്സരിക്കുന്ന മലമ്പുഴ മണ്ഡലത്തിലെ ഫ്ലക്സുകൾ SNDP യോഗത്തിന്റെ പേരിൽ പോലുമുണ്ട്. ഫ്ലക്സ് വലിയ തോതിൽ അവിടെ VS അച്യുതാനന്ദനെ അവിടെ SNDPയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. താങ്കൾ നേരിട്ട് പോയോ ഇല്ലയോ എനിക്കറിയില്ല. സംഘടനാ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തെങ്കിൽ എന്താ തെറ്റ്? ഞങ്ങളെ ഇത്രയും കടന്നാക്രമിക്കുന്ന ഒരു ആളുണ്ട് അദ്ദേഹം. ഞങ്ങളെത്രയും കടന്നാക്രമിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ പാവങ്ങൾക്ക് ഇത്രയും രൂപ കൊടുത്തു. ആ ഇത്രയും മൈക്രോ ഫൈനാൻസ് കൊടുത്തപ്പോൾ അത് സാക്ഷിയായി വന്നിട്ടുള്ള ആളാണ് ഇദ്ദേഹം. തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനം ഉൾപ്പെടെ പല സമ്മേളനങ്ങളും ആ വിതരണം നടത്തുന്നതിൽ ഇദ്ദേഹത്തിനെ ക്ഷണിച്ച് ഇദ്ദേഹം സാക്ഷിയായി വന്നിട്ടുള്ള ആളാണ്. ഞാൻ കള്ള എന്ന് പറയണത് ഞാൻ എന്ത് കേട്ടു? മലമ്പുഴയിൽ VS അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ ചില വ്യവസായികളും ശ്രമിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്ന ഒരാരോപണം. അതേമാതിരി തന്നെ താങ്കൾ VS അച്യുതാനന്ദൻ തോൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. സംയോജിതമായി VS അച്യുതാനന്ദൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എല്ലാം ഒരു കൂട്ടായ്മ ഉണ്ടാകുമോ അവിടെ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ കൂട്ടായ്മ ഉണ്ടാകാനോ കൂട്ടുപിടിക്കാനോ ഞാൻ അവിടെ പോയിട്ടില്ല. ദേവി സത്യമായിട്ട് ഞാനിതുവരെ ഒരു എഫർട്ട് കൊടുത്തിട്ടില്ല. പണ്ടെടുത്തിട്ടുണ്ട്. അവിടെ ATS ഹോട്ടലിൽ 10-40 പിള്ളേരെ താമസിപ്പിച്ച് ഇദ്ദേഹത്തിന് വേണ്ടി എത്രയോ ദിവസം കഷ്ടപ്പെട്ട് ഞങ്ങൾ പണിയെടുത്തതാണ്. അതുപോലെ തോൽപ്പിക്കാൻ വേണ്ടി പണി എടുക്കാമല്ലോ. ഇത്രയും എടുത്തിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം ലോക്കലായി അവർ തീരുമാനിക്കാനാണ്. പക്ഷേ ഇക്കുറി VS അച്യുതാനന്ദൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങളിലൊക്കെ വലിയ ജനക്കൂട്ടമാണ്. ചില ആളുകൾ പാട്ടിലുണ്ടെന്ന് വിചാരിച്ച് എല്ലായിടത്തും ഉണ്ടെന്ന് ധരിക്കരുത്. പിന്നെ ഈ മിമിക്രി കാണാനും പലരും വരുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഓട്ടാണെന്ന് നിങ്ങൾ ധരിക്കരുത്. അങ്ങനെ എന്തേ സ്വന്തം തട്ടകത്ത് നിൽക്കാതെ മാരാരിക്കുളത്ത് എന്താ നിൽക്കാത്തത്? ഇവിടെ വന്നിരുന്നതല്ലേ. അദ്ദേഹത്തിൻ്റെ വണ്ടിയും കൊണ്ട് രാവിലെ ഇവിടെ വരും. ആ വണ്ടിയിൽ മുൻ സീറ്റിലേക്ക് അദ്ദേഹം മാറിയിരിക്കും. പുറകെ സീറ്റിൽ ഞാനും ഭാര്യയും കൂടെ ഇരുന്ന് ഇവിടെ എല്ലാം പ്രചരണത്തിൽ പോയതാണ്. എന്തേ ഇവിടെ നിൽക്കാതെ ഈ മലമ്പുഴയ്ക്ക് പോകുന്നു? അപ്പോൾ നാട്ടിൽ സ്വീകാര്യനല്ല. ഒരു പ്രവചനം നടത്താമോ? VS തോൽക്കുമോ? എനിക്കറിയില്ല. ഒരു കാര്യമുണ്ട്, പഴയതുപോലുള്ള വോട്ട് അദ്ദേഹത്തിന് കിട്ടുകയെന്നുള്ള ഉറപ്പാണ്. വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പാക്കും? ഉറപ്പാക്കുകയല്ല, ഉറപ്പാണ്. അതിന് സംശയമൊന്നും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, VS ആരാണ്? ആരുമല്ല. VS അച്യുതാനന്ദൻ ആണ് അങ്ങയോട് കണക്ക് വയ്ക്കാൻ ആവശ്യപ്പെട്ടത്. ആ VS അച്യുതാനന്ദൻ ഇനിയും മുഖ്യമന്ത്രിയാവുകയും ഈ പഴയ കേസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും എന്ന് കരുതുന്നുണ്ടോ? കൊണ്ടുവന്നാൽ എനിക്കെന്താണ്? എനിക്കൊരു ചുക്കും പറയാനില്ല. കാരണം ഞാൻ തെറ്റിയതല്ലേ എനിക്ക് കുഴപ്പമുള്ളൂ. ഇത്തവണ BDJS എന്ന ഒരു സാന്നിധ്യം കൊണ്ട് കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? കാരണം ഞങ്ങൾ ഭാരത ഭരണ തുടർച്ച ഞങ്ങൾ ഭരിക്കാനിരിക്കുമ്പോൾ പിന്നെ തുടർച്ച എന്തിനാണ് പറയണത്? BDJS ഉൾപ്പെടെയുള്ള NDAയുടെ ഭരിക്കാൻ പോവുകയാണ്. പിന്നെന്തിനാണ് ഭരണ തുടർച്ച? UDF താങ്കൾക്ക് താല്പര്യമുള്ള ആളുകളും ഉണ്ടല്ലോ, അവരൊക്കെ തോൽക്കുന്ന സാഹചര്യം ഒഴിവാക്കില്ലേ? എനിക്ക് താല്പര്യം ആരോടുമില്ല. അവിടെ തോൽപ്പിക്കാനുള്ള സാഹചര്യം എടുക്കുന്നത് സുധീരനല്ലേ. അദ്ദേഹം അല്ലേ പറയും ഇവിടുത്തെ 5 പേരെ മാറ്റണം. അദ്ദേഹം ചെയ്യേണ്ടത് തന്നെയാണ്. അദ്ദേഹം വിചാരിച്ച് നടന്നില്ലല്ലോ. ഇല്ല, ആ 5 പേരടക്കമുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ അതെ, ആ 5 പേരെ പറ്റി അതിനെ ഉത്തരവാദിത്വം മാറ്റണമെന്നും അദ്ദേഹം വിചാരിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ അന്നേ രാജിവെക്കണമായിരുന്നു. അഭിമാനവും അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ ചെയ്യേണ്ടത് ഈ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക. അപ്പോൾ അവിടെ ഹൈക്കമാൻഡ് ആരായി മാറി? ഉമ്മൻചാണ്ടിയായി. ഇദ്ദേഹം ലോ കമാൻഡായി മാറി. അതിനിപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാനൊക്കുന്നത് എന്തെന്നാണ്? ഇവരെ തോൽപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? എന്നിട്ട് ഞാൻ ഉയർത്തിപ്പെടുത്തിയ ആദർശങ്ങൾ വളരെ ശരിയായിരുന്നു, അതുകൊണ്ട് ദൈവരൊക്കെ തോറ്റ കണ്ടില്ലേ എന്ന് ശ്രമിക്കേണ്ടത് ഞാനല്ല, സുധീരനാണ്. സുധീരൻ്റെ ലിസ്റ്റിൽപ്പെട്ട ആളുകളുടെ കാര്യം തന്നെ എടുക്കട്ടെ. K ബാബു ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറഞ്ഞിട്ടില്ല. K ബാബുവിന് ഇഴവ സമുദായത്തിൻ്റെ SNDPയുടെ തന്നെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും കിട്ടുമോ? അല്ല, അങ്ങനെ SNDPയുടെ പിന്തുണ കൊടുത്തിട്ടില്ല. അവിടെ വേറെ നല്ല മിടുക്കനായൊരു BJPയുടെ സ്ഥാനാർത്ഥി നിൽപ്പുണ്ടല്ലോ. അത് അറിയില്ല അദ്ദേഹത്തിന്? അറിയാം. ഏറ്റവും അറിവുള്ള, വിവരമുള്ള, ഭംഗിയായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം. പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ. അദ്ദേഹത്തിന് BDJSന് കിട്ടാവുന്ന, അതായത് SNDP യോഗത്തിൻ്റെ പ്രവർത്തകരുടെയും ഭാരവാഹികളുടെയും മുഴുവൻ വോട്ടുകളും പ്രൊഫസർ തുറവൂർ വിശ്വംഭരന് കിട്ടുമോ?
അന്ന് എനിക്ക് പറയാനൊക്കെ അപ്പോൾ ഈ രാജ്യത്ത് ഈഴവരുടെ എല്ലാ വോട്ട് ഞാൻ പറഞ്ഞാൽ ഉടനെ ഈഴവ സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്നോ അവരെല്ലാം മൊബിലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞ പാർട്ടി കൊണ്ട് വോട്ട് കൊടുക്കാമെന്ന് ഞാനിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുള്ള ശക്തി ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. ഈഴവരുടെ മുഴുവൻ വോട്ടുകളല്ല, BDJSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന SNDP യോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ BDJSന്റെ വോട്ടെല്ലാം അദ്ദേഹത്തിന് കിട്ടും. അതുകൊണ്ട് ഈഴവരുടെ എല്ലാ വോട്ട് കിട്ടണമെന്നില്ല. കെ ബാബു അങ്ങനെയാണെങ്കിൽ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ തൃപ്പൂണിത്തുറയിൽ? ഒരിക്കലും എനിക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. കെ ബാബുവിന് ഒരു വലിയൊരു ഗുണമുണ്ട്. കെ ബാബു ഞാൻ പണ്ട് പറഞ്ഞ ഒരു ബലിക്കാക്കയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബലിക്കാക്ക ഇങ്ങനെ ഏതെടുത്തും കല്യാണവും 16 അടിയന്തരവും ഒക്കെ എവിടെയുണ്ടോ അവിടെ എല്ലാം ചെല്ലും. അതുപോലെ ഈ മഹാബൂബിനൊരു ഒരു ഗുണമായാലും ദോഷമായാലും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഫംഗ്ഷൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലം നടക്കുന്ന ഏത് പരിപാടി ഉണ്ടെങ്കിലും കല്യാണങ്ങൾക്കായാലും അടിയന്തരത്തിനായാലും മരണത്തിനായാലും ചെന്നൊരു ബഹുജന ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ല ആദ്യം നിന്ന് മണ്ഡലത്തിൽ നിന്ന് മാറ്റി ഇവിടെ നിർത്തിയപ്പോഴും ബാബു കരഞ്ഞുപോയി. എന്നാൽ ആ ബഹുജന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആയതുകൊണ്ട് ജയിച്ചതല്ല, ബാബുൻ്റെതായ സ്വന്തം കുറേ വോട്ടുകളുണ്ട്. അല്ല, ഇത്തവണ ബാർക്കോഴ തുടങ്ങിയ കാര്യങ്ങളുണ്ട്, എങ്കിലും ബാബു ജയിക്കും എന്നാണോ ഒരു തോന്നൽ? എനിക്കറിയില്ല. അതിന് അങ്ങനെ ഒന്ന് പ്രവചിക്കാൻ മാത്രമുള്ള ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു രാഷ്ട്രീയ ചിന്ത പഠനം നടത്തി പ്രവചിക്കാൻ മാത്രമുള്ള പ്രഗത്ഭനല്ല ഞാൻ. അടൂർ പ്രകാശും അതേപോലെയാണ്, നല്ല ഇഷ്ടമാണ്. അടൂർ പ്രകാശിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല. അല്ലല്ല, അയാളുടെ അച്ഛനോട് ഇഷ്ടമായിരുന്നു. അല്ലേ, അങ്ങനെയാണെങ്കിലും നല്ല ബന്ധമായിരുന്നു അടൂർ ഒരു പ്രകാശ്. ബന്ധമില്ല. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഫോൺ ഐഡിയ എടുത്ത് നോക്കിക്കോളൂ. എന്നെ ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ബന്ധപ്പെടാതെ നിന്നിട്ടുള്ള ഇതിൽ ഉള്ള ആളുകളിൽ ഒന്നാണ് അടൂർ പ്രകാശൻ. പക്ഷേ അടൂർ പ്രകാശ് SNDP യോഗത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് മന്ത്രിയായതെന്നാണ് കഴിഞ്ഞ തവണ കേട്ടത് കെ ബാബു. കാരണം അതൊക്കെ തോന്നുന്നു, രണ്ട് ഈഴവനായി പോയെന്ന് വിചാരിച്ച് SNDPയുടെ പിൻബലമാണെന്ന് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ പറയാതെ. ഞങ്ങളൊരു പിൻബലവും കൊടുത്തില്ല. പിന്നെ ഈഴവരോട് അവഗണന കാണിക്കുമ്പോൾ അത് പറഞ്ഞത് വരും. അടൂർ പ്രകാശ് ഇത്തവണ കോന്നിയിൽ ജയിക്കുമോ? എന്ത് തോന്നുന്നു? അതൊക്കെ നിങ്ങളൊക്കെ വിലയിരുത്തിയാൽ മതി. അല്ല, അവിടെ ഞാൻ തൃപ്പൂണിത്തുറയെ കുറിച്ച് പറഞ്ഞത് മാതിരി അദ്ദേഹത്തിന് അവിടെ ഈ ശാഖാപ്രവർത്തകരുടെയൊക്കെ വോട്ട് കിട്ടാറുണ്ടായിരുന്നു. അത് ഇക്കുറി അദ്ദേഹത്തിന് കിട്ടുമോ അതോ BJP BDJ സ്ഥാനാർത്ഥിക്ക്? ഒരു പ്രത്യേകത ഉള്ളതും ഈ അടൂർ പ്രകാശന് ഉള്ളൊരു പ്രത്യേകതയും ഈ അടൂർ പ്രകാശൻ്റെ അച്ഛൻ അടൂർ കുഞ്ഞിരാമൻ ആ പ്രദേശത്ത് വളരെ പ്രഗത്ഭരായ ഒരു കുടുംബവും ആ നാട്ടുകാരുമായിട്ട് വലിയൊരു ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശം അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെങ്കിലും അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറൊക്കെ ആയിരുന്നതാണ്. അടൂർ പ്രകാശം വളരെ നാൾ അടൂർ യൂണിയൻ്റെ ബോർഡ് മെമ്പറായിട്ടും മറ്റ് ഞാൻ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ വന്ന ശേഷവും ഉണ്ടായിരുന്നു. മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൽ നിന്നെല്ലാം മാറി. പക്ഷേ ആ പ്രദേശത്തുള്ള ഈഴവരുമായിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല ഈഴവരല്ലാത്തവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതാണ് ഒരു പ്രത്യേകത. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എല്ലാ വീടുകളിലും ക്ഷേമ അന്വേഷണം നടത്താൻ വേണ്ടി വളരെ മുൻകൂട്ടി സീറ്റ് ഉറപ്പിക്കാവുന്ന രീതിയിൽ എല്ലാവരും തൂത്തുകൂട്ടി കയ്യിലേൽപ്പിച്ച് ഒരു കോൺട്രവേഴ്സിക്കും പുള്ളി പോകത്തില്ല. എല്ലാവരും ചീത്ത പറഞ്ഞാലും ചിരിക്കുകയുള്ളൂ. അല്ല, അവസാന നാളുകളിൽ ഉണ്ടായ കോൺട്രവേഴ്സികൾ മുഴുവൻ ഏതാണ്ട് അടൂർ പ്രകാശനെ ബന്ധിപ്പിച്ചിട്ടുള്ളതായിരുന്നു. അതിനെപ്പറ്റി ഒരു അപഗ്രഥനം നടത്തിയ അടൂർ പ്രകാശൻ ആ ക്യാബിനറ്റിന് മന്ത്രി മാത്രമല്ലേ, ആ മന്ത്രി ഒപ്പിട്ടുകൊണ്ടായോ ആ ഫയൽ എവിടെ നിന്ന് വന്നതാണ്? ആ ഫയൽ വന്ന് വ്യവസായ വകുപ്പിൽ നിന്നല്ലേ? ആ വ്യവസായ വകുപ്പിൽ നിന്ന് വന്നാൽ കുഞ്ഞാലിക്കുട്ടിയല്ലേ ആദ്യം പിടിക്കേണ്ടത്? എന്തേ ഒറ്റെണ്ണത്തിന് നാവുകഞ്ഞത്? സുധീരൻ അടൂർ പ്രകാശനെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നാതെ എങ്ങനെ ഇരിക്കും? ആ ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കിയ ബില്ല് ഇത് സുധീർ ഈ പറയുന്ന അടൂർ പ്രകാശൻ്റെ മാത്രം ഉത്തരവാദിത്തം അല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും തോൽക്കേണ്ടവർ എന്ന് കരുതുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? അതൊന്നും ജനം തീരുമാനിച്ചോളും. അതൊന്നും ഞാൻ പ്രവചിക്കുന്നില്ല. എന്നിട്ട് ആരെങ്കിലും തോറ്റാൽ ഞാൻ പറഞ്ഞത് ശരിയായി എന്നുള്ള നിലയിൽ എനിക്ക് ഒരു നല്ല വാക്ക് ഒരു മീഡിയയും തരാറില്ല. അദ്ദേഹത്തെ ആരെങ്കിലും ജയിച്ചു പോയാൽ അത് എൻ്റെ മരണം വരെ പൊക്കിപ്പിടിച്ച് അതിനെ എന്നെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമ ശൈലി ഇന്ന് നിലനിൽക്കുന്ന കാലം ആരെ തോൽപ്പിക്കുന്നു ആരെ ജയിപ്പിക്കുന്നു ഒന്നും ഞാൻ മുമ്പ് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് എന്നെ കൊന്നില്ലേ? നിങ്ങൾ PJ ജോസഫിനെ ഞാൻ തോൽപ്പിക്കുന്നു പറഞ്ഞിട്ട് തോൽപ്പിച്ചിട്ട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പൂച്ചെണ്ട് പോലും തന്നില്ല, ഒരു നല്ല വാക്ക് പറഞ്ഞില്ല. അത് വിഷ്ണുനാഥിൻ്റെ കാര്യം പറഞ്ഞില്ല എന്നെ കൊല്ലാൻ നടന്നത്. അതല്ലേ നിങ്ങളുടെയൊക്കെ സ്വഭാവം. സാമുദായിക ചിന്താഗതിയുള്ള ആളുകളുടെ അടുത്ത് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. BJP സഖ്യം അധികാരത്തിലെത്താനുള്ള സാധ്യത നമ്മുടെ യുക്തി അനുസരിച്ചാണെങ്കിൽ തീരെയില്ല. ഇടതുമുന്നണി ജയിച്ചാൽ കേരളത്തിലൊരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാകുമെങ്കിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാമെന്ന് ഈ സാമുദായിക ചിന്താഗതിയുള്ളവർ തീരുമാനിച്ചാലോ? ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിട്ട് കാര്യമില്ല. ഉണ്ടായിട്ട് കഴിഞ്ഞ ഈഴവനായതുകൊണ്ട് ജന്മം കൊണ്ട് ഈഴവനായതുകൊണ്ട് ആയിരിക്കില്ല, കർമ്മം കൊണ്ട് വേണ്ട മിസ്റ്ററെ.
കഴിഞ്ഞ ഈഴവ മുഖ്യമന്ത്രി ആയിരുന്നില്ല, എന്നാ ചുക്ക് ചെയ്ത് തന്ന്. അവരെല്ലാം ഇപ്പോൾ നോക്കണത് എന്താണ്? ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് അവർ വോട്ട് ബാങ്കാണ്. അവർ ഈഴവനും പട്ടികജാതിക്കാരും അവരുടെ കൂടെയുണ്ട്. നീയൊക്കെ വോട്ടും ചെയ്ത് പിന്നെ ഞാൻ വോട്ട് കുത്തി യന്ത്രങ്ങളായി നിന്നോ, ബാക്കിയുള്ളവർക്ക് അവരെല്ലാം കൊടുക്കും. അപ്പോൾ ഈഴവന് വേണ്ട പാർട്ടിയാണ് എന്നും ഈഴവന് വേണ്ടി ഇവർ നിൽക്കുന്നു എന്നും പറയാൻ യാതൊരു അവകാശമില്ല. ഇവരെന്ത് ചെയ്ത് കൊടുത്ത ഈഴവന്? സമത്വ മുന്നേറ്റ ജാഥ നടത്തിയപ്പോൾ പ്രസംഗങ്ങളിൽ ഊന്നി പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ന്യൂനപക്ഷത്തിൻ്റെ ഭരണം ഇവിടെ നിൽക്കുന്നു, വിരുന്നു വന്നവർ വീട്ടുകാരായി മാറി, ഹൈന്ദവ ഭൂരിപക്ഷം വലിയ തോതിൽ അധികാരങ്ങളില്ലാത്തവരായി, ഒരു വേള ഹിന്ദുക്കൾ ജന്തുക്കളായി മാറി എന്ന് പോലും പറയുകയുണ്ടായി. അത്തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ അന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. ഇപ്പോൾ പൊതുയോഗങ്ങളിലൊക്കെ അത്തരം പരാമർശങ്ങൾ കുറവാണ്. എന്തുകൊണ്ടാണ്? കൂടുതൽ ജാഗ്രത കാണിക്കുന്നത് കൊണ്ടാണ്? ജാഗ്രതയല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് അങ്ങനെ പറയുമ്പോൾ പോലും ഞങ്ങൾ അന്ന് പറയുമായിരുന്നു സാമൂഹ്യ നീതിയാണ് നമ്മുടെ ലക്ഷ്യമെന്ന്. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇവിടെ നടത്തിയതിൻ്റെ കണക്ക് തന്നെ നോക്കിയാൽ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 123 സീറ്റുള്ള ന്യൂനപക്ഷത്തിന് 73 സീറ്റ് കൊടുത്തിട്ടുണ്ട് UDF. ആരുടെ പ്രീണനമാണ്? LDF വലിയ പാവങ്ങളുടെ പാർട്ടിയാണല്ല, അവർ കൊടുത്തിട്ടുണ്ട് 123 സീറ്റ്, 57 ന്യൂനപക്ഷത്തിന്. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ 120 വെച്ചാൽ പട്ടികജാതിയും പട്ടികവർഗം കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് 123. അപ്പോൾ ഈ പ്രീണനങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, എത്ര എണ്ണമാണ് അപ്പുറം നിന്ന് ഇപ്പം ഇങ്ങോട്ട് ചാടിയത്. അതിനെല്ലാം ഇടം കൊടുത്തില്ല. ആ പാട്ട് ഞങ്ങൾക്കൊരു ഇടം തരാൻ പാടില്ലേപ്പാ. അല്ല, അങ്ങനെ ഒരു ഇടം ചോദിച്ചിരുന്നു? പിന്നെ അവരുടെ എല്ലാം പുറകെ നിന്നിട്ട് ഇടം തരാഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇടം തിരക്കി പോയത്. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇടം ചോദിച്ചു. ഇടത് മുന്നണിയോട് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. നിങ്ങളൊക്കെ ഇടം നേരെ കണ്ടുപിടിച്ച് പോയതുകൊണ്ട് നിങ്ങളുമായിട്ട് കാണേ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴല്ലേ ഞങ്ങളുടെ സ്വയം നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോയി. അല്ല, ഇടത് മുന്നണിയിലെ ഏത് പ്രധാനപ്പെട്ട നേതാവിനോടാണ് ഇങ്ങനെ ഞങ്ങൾക്കും കൂടി ഒരു സ്പേസ് തരണമെന്ന് ആവശ്യപ്പെട്ടത്? അതൊന്നും ഇപ്പോൾ ചർച്ച അത്ത കൊച്ചിൻ്റെ ജാതകം വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചിട്ട് പ്രയോജനമില്ല. അതിനാരെയും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതാണ്, ഇടതിനോടും വലതിനോടും ചെയ്തതാണ്. അപ്പോൾ UDF പറഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷമാണ്, പക്ഷേ ഈ ഒരു കാലം കിടക്കിടത്തോളം കാലം ഇവരൊന്നും സമ്മതിക്കരുതെന്ന് പറഞ്ഞു. ആര്? സുധീരൻ. ഇവിടെ എങ്ങനെ ഒരു കാര്യം ചെയ്യാം. അവർ രണ്ടുപേരും ഞങ്ങൾക്ക് നാളെ പൊച്ചിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ഇടം വേണ്ടേ? അല്ല, അതിന് മുൻപ് തന്നെ BJPയുമായി സംസാരിച്ചിരുന്നല്ലോ. അല്ല, ഞങ്ങൾ എല്ലാവരുമായിട്ടും സംസാരിച്ചു. അതിന് മുമ്പൊന്നും സംസാരിച്ചു, അതിന് ശേഷമാണ് ഞങ്ങൾ സംസാരിച്ച് അവരുമായിട്ടൊന്നും സംസാരിച്ചെന്നുള്ളതല്ലാതെ ആരുമായിട്ട് കൈ കൊടുത്തില്ലല്ലോ. എപ്പോഴും ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള ആളുകളുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് പ്രത്യേകിച്ചുള്ളത് കൊണ്ട് ഞാൻ അവരുമായിട്ട് പ്രത്യേകിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം ചോദിച്ചിട്ട് പോലും അവരാരും ഞങ്ങൾക്ക് ഇടം തന്നില്ല. അതിനുള്ള വേണ്ട ദൂതനൊക്കെ പോയി സംസാരിച്ചതാണ്. ഇടുക്കിയിൽ ചെന്ന്, രാജാക്കാട് ചെന്ന് MM മണിയെക്കുറിച്ച് കരിങ്കുരങ്ങാണ്, കരിംഭൂതമാണ്, എങ്ങനെ ഇയാളെ പോലെയുള്ള ഒരാളെ നിയമസഭയിലേക്ക് എത്തിക്കും എന്ന് പരിഹസിച്ചു. ഇപ്പോൾ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചില ആളുകളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഞാൻ ടാർഗറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ സ്നേഹമുള്ളവർ നമ്മളെ ഒരു പൂ കൊണ്ടെറിഞ്ഞാൽ നമുക്ക് വേദനിക്കും. മണിയാശാന് ഏറ്റവും മോശം പരിസ്ഥിതിയിൽ ഞാനാണ് മണിയാശാന് വേണ്ടി അവിടെ പോയി രാജാക്കാട് പോയി പുള്ളിക്ക് വേണ്ടി പ്രസംഗിച്ചെന്ന് മാത്രമല്ല 1, 2, 3 പറഞ്ഞു. പറയാൻ പാടില്ലാത്ത അങ്ങനെയുടെ പ്രസംഗ ശൈലിയും ഒരു MLAക്ക് പറ്റിയ ശൈലി അല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ പ്രസംഗത്തിനകത്ത് പോയപ്പോൾ പോലും അവിടെ ആരാണ് അവിടുത്തെ തിരുമേനിമാരെല്ലാം പള്ളിയിലെ ആളുകളെല്ലാം ഈ ചെണ്ടകൊട്ടി ആഘോഷിച്ച് നാട്ടിൽ നിന്ന് കടത്തിയപ്പോൾ പോലും അദ്ദേഹത്തിന് വേണ്ടി 2 ലക്കം യോഗനാഥമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തെപ്പറ്റി വർണ്ണിച്ച് ഇൻ്റർവ്യൂ കൊടുത്തു. അത്ര നല്ല ബന്ധമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരൊറ്റ മലക്കം മറിച്ചിൽ ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നപ്പോൾ അവിടെ പാലമായതാരാണ്? അവിടുത്തെ നികൃഷ്ടജീവി രൂപാത എന്നൊക്കെ പറഞ്ഞ ആളുകളെയും കൊണ്ട് അവിടെ ചെന്ന് പാലമായി നിന്ന് അവിടുത്തെ തിരുമേനിമാരുടെ കേസ് നടത്തുന്ന വക്കീലിനെ MP ആക്കി അവിടെ നിർത്താൻ പ്രവർത്തിച്ചത് ആരാണ്? മണിയാശാൻ്റെ വിപ്ലവബോധം ഇവിടെ പോയി. മണിയാശാനെ തോൽപ്പിക്കുമോ ഉടുമ്പൻചോല? മണിയാശാൻ തോറ്റുപോകും. ഒരു MLA ആയാലേ ആ MLA ആകേണ്ടതിന് ചില ഗുണങ്ങൾ വേണം. ജനം അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. ഒരു അസംബ്ലി പോകാനുള്ള തായ യോഗ്യതയെപ്പറ്റി നമുക്ക് പറയാമെങ്കിലും അതിനുള്ള മാന്യതയോ മര്യാദയോ സംസ്കാരമോ അതിനുള്ള ശരീരഭംഗിയോ അതിനുള്ള ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിനില്ല. സുരേഷ് ഗോപിയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിലെ സേവനങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് BJPയുടെ കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും ഓഫർ വെച്ചിട്ടുണ്ടോ? എൻ്റെ മുമ്പിലൊന്നും വെച്ചിട്ടില്ല. ഇവരാര് ഓഫർ എനിക്ക് വെച്ചാലും ഈ ജന്മം ഒരു ഓഫർ ഞാൻ സ്വീകരിക്കില്ല.
നേരത്തെ മുതലേ കേൾക്കുന്ന ഒരു കാര്യം, തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിലേക്ക് ജയിപ്പിച്ച്, അതായത് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് ജയിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കുന്നു? ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്.